ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലൈഫിൽ നടന്ന ഒരു എക്സൈറ്റിംഗ് തിങ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നായിട്ട് ഓർത്തെ. വേറൊന്നുമല്ല, ഞാൻ മൂവ് ചെയ്യുകയാണ് ഫ്രം ഇന്ത്യ ടു അയർലൻഡ്. എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു പുറത്തു പോയി എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഐ വാസ് ഫുള്ളി ഡിറ്റർമൈൻഡ് ഫോർ ഇറ്റ്. പക്ഷേ ഉദ്ദേശിച്ച പ്ലാൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ പോയി. ബട്ട് ഫൈനലി ഐ മെയ്ഡ് ഇറ്റ്. എൻ്റെ ഈ ഒരു ജേർണിയിൽ കൂടെ എനിക്ക് ഏറ്റവും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രീംസ് അത് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നാലും അതിൻ്റെ ഇൻറ്റൻഷൻസ് നല്ലതാണെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൈവിട്ട് കളയരുത്. അങ്ങനെ കൈവിട്ട് കളയാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് ആൻഡ് ഐ സ്റ്റിൽ കാൺ ബിലീവ് ദാറ്റ് ഐ ആം ലിവിങ് ഹിയർ, ലിവിങ് ഇൻ മൈ ഡ്രീംസ്. ഇതെൻ്റെ ട്രാവൽ വ്ളോഗാണ്. ഇന്ത്യ ടു അയർലൻഡ്. വാച്ച് ആൻഡ് എൻജോയ്. طويل الشوق يبقى في اغترابي، ثقيل في الحياة من الصحاب، ومن يأمنك يا دنيا الدواهي، تدوسين مصاحب بالتراب، وأعجب من അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, പുറത്തുനിന്ന് കോഫിയൊക്കെ കുടിച്ചു, ചെക്ക് ഇൻ ചെയ്തു, ആ ഗേറ്റിലെത്തിട്ടോ. എനിക്കിവിടെ കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു, ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തു. ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫാമിലിയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞൊരു വിഷമത്തിലായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു അള്ളാഹുവാണ് എനിക്ക് ഈ ഒരു ഡ്രീം തന്നത്, അതിനു വേണ്ടി എന്നെ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹയർ ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. വല്ലാഹി എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വലിയ ഡ്രീമാണ് ഇന്ന് നടക്കുന്നത്. അതിനെൻ്റെ പാരൻസും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അവരെന്നിൽ തന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നു. എൻ്റെ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ ആട്ടോ, ഫ്രം ഇന്ത്യ ടു ദുബൈ, ദുബൈ ടു അയർലൻഡ്. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തേത് ഒരു സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം മാഗസൈനൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഫ്ലൈറ്റിലെ ഫുഡ് ഓൾവേസ് ടേസ്റ്റ് ബെസ്റ്റ്, എസ്പെഷ്യലി അത് എമിറേറ്റ്സ് ഉണ്ടാകുമ്പോൾ. ഇന്നത്തെ മെനുവിൽ ആപ്പറ്റൈസറായിട്ടൊരു ദാൽ ചാട്ട് ഉണ്ടായി. മെയിൻ കോഴ്സായിട്ട് കോഴി മപ്പാസ് ആയിരുന്നു കേട്ടോ. ഇറ്റ് ടേസ്റ്റ് ഡെലിഷ്യസ്. പിന്നെ ഡെസേർട്ടായിട്ട് റസ്മലായ് മിൽക്ക് കേക്ക് ഉണ്ടായി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വേറെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായി കേട്ടോ. ഇതെല്ലാം കഴിച്ച് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ലെഗ്, അതായത് ഇന്ത്യ ടു ദുബായ്, അത് ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദുബായിലെത്തി. ദുബൈയിൽ നിന്ന് എനിക്കൊരു 2 hours അടുത്ത് ലേ ഓവർ ഉണ്ടായി അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി. ഈ ഒരു ടൈമിൽ ഞാനൊന്ന് റിഫ്രഷ്ഡായി വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു. എയർപോർട്ടൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അപ്പോഴത്തേക്കും എൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടോ. പിന്നെ അത് ആ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് ദുബൈയിൽ നിന്ന് അയർലൻഡിലേക്ക് ഒരു 7 hours ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോഴത്തേക്കും കിടന്നുറങ്ങിയിട്ടോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നല്ല ടയേർഡായിരുന്നു. എൻ്റെ കൂടെ ഒരു ഐറിഷ് സിറ്റിസൺ ആയിരുന്നു. സോ ഞങ്ങൾ കുറേ സംസാരിച്ചു അയർലൻഡിനെയൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക്, എസ്പെഷ്യലി ഗേൾസ്, ഇതുപോലെ പുറത്തൊക്കെ പോയി പഠിക്കാനോ ജോബ് ചെയ്യാനോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും.
അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കീപ് ട്രൈയിങ്, ഇൻഷാല്ല ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അത് നടക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആൻഡ് എൻ്റെ ഫാമിലിയിലും ഫ്രണ്ട്സിലും തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിട്ട് അത് നടക്കാണ്ട് പോയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഗേൾസ്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഐ എം ഗോണ ഡു ഇറ്റ് ഫോർ യു. ഐ നോ ഇറ്റ്സ് സൂപ്പർ സ്കെയറി. നമ്മളൊരു പുതിയ നാട്ടിൽ അറിയാത്ത ആളുകളുടെ കൂടെ ആദ്യമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഇറ്റ് ബിക്കംസ് ബിഗ് മൗണ്ടൻസ് ടു ക്ലൈംബ്. അങ്ങനെ ഞാൻ അയർലൻഡ് എത്തിയിട്ടോ. ഫ്ലൈറ്റിൽ കുറച്ച് ടോർണേഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടർബുലൻസും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ലാൻഡിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫൈനലി ഐ റീച്ച്ഡ് അയർലൻഡ്. എന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ നിൽക്കാൻ പോകുന്ന വീടിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. സോ ലഗേജൊക്കെ ഞങ്ങൾ എടുത്തു, വീട്ടിലേക്ക് പോവാം കേട്ടോ. സോ ഹിയർ സ്റ്റാർട്ട്സ് മൈ ന്യൂ ലൈഫ് ഇൻ അയർലൻഡ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ഷോ ഇറ്റ് വിത്ത് യു ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ റൂമിലേക്ക് എത്തിയിട്ടോ. എല്ലാം ഒന്നും ബാഗിൽ നിന്ന് എടുത്ത് വെച്ചില്ല, ആവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കിടന്നു. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്, ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ ദെയർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Please consider the like, share and the subscribe buttons. I'm looking forward to see your comments and I cannot wait to read them. Until we see again, take care.